കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ശ്രീയിൽ തുടർ നടപടിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിശോധന. വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. PM ശ്രീ പദ്ധതി പരിശോധിക്കാതെ നടപ്പാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് UDF സർക്കാർ. വിദ്യാഭ്യാസ സെക്രട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തീരുമാനമെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. വിഷയം വിശദമായി ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിടും. അതുവരെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയോ റദ്ദാക്കുകയോ ചെയ്യില്ല. ഒരു കെപ്റ്റ് ഇൻ അബയൻസ്, അത് തൽക്കാലം ഒന്നും ചെയ്യേണ്ടപ്പോൾ അങ്ങനെ വെക്കുക എന്ന് പറയും നമ്മൾ. അതാണ് കെപ്റ്റ് ഇൻ അബയൻസ് എന്നുള്ള ഒരു കത്ത് കൊടുത്തു. ഇത് ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടെങ്കിലും സംഘപരിവാർ അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 1000 കോടിയിലധികം രൂപയുടെ ഫണ്ട് സംസ്ഥാനത്തിൽ ലഭിക്കുന്നതിനാൽ കരാർ റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒക്കെ അവകാശമുണ്ടെങ്കിലും അധികമായിട്ട് സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിക്ക്, ഒരു പദ്ധതിക്ക് കണ്ടീഷൻ വെക്കുക എന്നുള്ളത് അതൊരു ഫെഡറലിസത്തിന് യോജിച്ചതല്ല. PM ശ്രീ സർക്കാരിന് കീറാമുട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.